കമ്പ്യൂട്ടർ സ്കാനിംഗ്, ടെംപ്ലേറ്റ് തുടങ്ങിയ പുത്തൻ സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കുന്നതോടെ ആധാരമെഴുത്തുകാരുടെ ഭാവി അനിശ്ചിതരാകുമെന്ന് ആധാരമെഴുത്ത് അസോസിയേഷൻ ജില്ലാ കൺവെൻഷനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 2-3 പരീക്ഷകൾ പാസ്സായി. അപ്പം ഇത്രയും പരീക്ഷകളൊക്കെ പാസ്സാക്കി ഞങ്ങൾ ഇതിനകത്ത് തൊഴിൽ ചെയ്യുമ്പോൾ എന്തിനാണ് ഞങ്ങളെ ഒഴിവാക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുക. ഇപ്പോൾ ഈ കഴിഞ്ഞ സ്വയം എഴുതാം എന്നുള്ള നിയമം വന്നത് ശേഷം 10 ലക്ഷത്തോളം ആധാരങ്ങൾ നടന്നു കഴിഞ്ഞു. അതിനകത്ത് വെറും 1800 ആധാരങ്ങളാണ് സ്വയം എഴുതിയത്. അത് തന്നെ നമുക്കറിയാം ഈ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ സഹായത്തോടു കൂടി ചെയ്തു കൊടുക്കുന്നു. അതിൽ തന്നെ ഈ 1500 ആധാരങ്ങൾക്ക് ഒരു 800 ആധാരങ്ങളും തെറ്റുതീർപ്പ് എഴുതിയിരിക്കുന്നു. ആധാരമെഴുത്ത് അസോസിയേഷൻ AKDWNSA കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ ഫെബ്രുവരി 19-ന് കെ ബാലൻ നഗർ എന്ന് പേരിട്ട SK പൊറ്റക്കാട് ഹാളിൽ നടക്കും. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ അവാർഡ് ദാനം തോട്ടത്തിൽ രവീന്ദ്രൻ MLA നിർവഹിക്കും. സംസ്ഥാന പ്രസിഡന്റ് KG ഇന്ദു കലാധരൻ, ജനറൽ സെക്രട്ടറി A അൻസാർ, സംസ്ഥാന ട്രഷറർ CP അശോകൻ എന്നിവരും മറ്റ് ഭാരവാഹികളും സംബന്ധിക്കും. ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളെ സംരക്ഷിച്ചു നിർത്താനും അവരുടെ ജീവിതമാർഗം ഉറപ്പുവരുത്താനും അവരോടൊപ്പം ജനങ്ങളുടെ രേഖാ സംരക്ഷണവും സൗകര്യവും ഉറപ്പുവരുത്തുവാനും കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് ആധാരമെഴുത്ത് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.